നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. അപ്പോൾ ജനുവരി മാസം കഴിഞ്ഞു, ഫെബ്രുവരി മാസം കഴിഞ്ഞു. ഈ 2 മാസത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഫാക്ട്സ് നടന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് 2026 എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്ലേലിസ്റ്റ് അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം പോലെ ഓരോ ക്ലാസ് ആയിട്ട് എടുത്തു വെച്ച് കണ്ടുകൊള്ളാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ ഒരു ക്ലാസ്സിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ന് താഴെ ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ PDF ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം. അപ്പോൾ വർഷം ഓർക്കുക, 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം. 2024-25 വർഷത്തിലെ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനുള്ള 2024-25 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുരസ്കാരം ലഭിച്ചത് നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഉടമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചോ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാ? തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കിട്ടിയല്ലോ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ഫാക്ട് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ഉത്തരം താഴെ നിന്ന് കമന്റ് ചെയ്യുക. ലോക വയോജന ദിനം എന്നാണ്. ലോക വയോജന ദിനം. എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ LDC 2027 ബാച്ച് മാർച്ച് 9 സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ. അപ്പൊ ഞാൻ LDC നേടി സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ പോകുന്നു. മാർച്ച് 9 സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സിന്റെ വാലിഡിറ്റി 2027 ഡിസംബർ വരെ ഉണ്ടായിരിക്കും. അതായത് ഏകദേശം 1.5 വർഷത്തോളം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഈ ഒരു കോഴ്സ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിനകത്ത് ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ടൈം ടേബിൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ പോകുന്നത്. ഒരുപാട് ധൃതി പിടിച്ചൊന്നുമല്ല പോകുന്നത്. 2027 LDC ലക്ഷ്യം വെച്ചുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാരെ, അതുപോലെ പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാരെ, വീട്ടമ്മമാരെ, സ്റ്റുഡൻസിനെ, ഇവരെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 2-2.5 മണിക്കൂറോ പഠിക്കാനേ കാണത്തുള്ളൂ. അപ്പൊ ഇഷ്ടംപോലെ റിവിഷനും സമയം കിട്ടും. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരത്തുള്ളൂ. എന്റെ ഗൈഡൻസ് ഉൾപ്പെടെയാണ്, എന്റെ ഗൈഡൻസോട് കൂടിയ ബാച്ചാണ്. ശനിയും ഞായറും ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷയായിരിക്കും. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലാണ് നിങ്ങളുടെ മെയിൻ എക്സാം, അതായത് LDC പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാനാകും. ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങളെ സജ്ജരാക്കി വിടും. ഓക്കെ, അപ്പൊ റെഡിയാണോ? ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിന്റെ ആപ്പ് സ്റ്റോറിൽ കിട്ടും, അതുപോലെ പ്ലേ സ്റ്റോറിൽ കിട്ടും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ, അഡ്മിഷൻ തീരാൻ പോവാണ്. കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പൊ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. കുറച്ചു പേർക്ക് മാത്രമേ എന്തായാലും സീറ്റ്സ് ബാക്കിയുള്ളൂ. അത് നിങ്ങളിൽ ഒരാളാവാൻ വേണ്ടി പരമാവധി ഒന്ന് നിങ്ങൾ ഇന്നോ നാളെയോ അഡ്മിഷൻ എടുത്തോണേ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയതിനുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത്. 1ാം സ്ഥാനം ലഭിച്ച മുനിസിപ്പാലിറ്റി ഷൊർണൂർ മുനിസിപ്പാലിറ്റിയാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ല. 2ാം സ്ഥാനം താനൂർ മുനിസിപ്പാലിറ്റിയാണ്. ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ലയാണ്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത്? നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയതിനുള്ള പുരസ്കാരമാണ്. 1ാം സ്ഥാനം ഷൊർണൂർ, 2ാം സ്ഥാനം താനൂർ. ഇനി 2 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ
ഒന്നാം സ്ഥാനത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്താണ് പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത്. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിനാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് എടവക ഗ്രാമപഞ്ചായത്ത്. എടവക ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പൊ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഫാക്ട്സ് ഒക്കെ തന്നെ കിട്ടിയല്ലോ. അപ്പൊ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഫാക്ട്സ് ഒക്കെ തന്നെ കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ LNG ഡീസൽ ഡെമോ ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? LNG ഡീസൽ ഡെമോ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യത്തേതാണ്, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടത്. ആദ്യത്തേത് അഹമ്മദാബാദ്. ആദ്യത്തേത് അഹമ്മദാബാദ് എന്ന് ഓർത്താൽ മതി. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളം സിയാലാണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്. അപ്പോ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ വിമാനത്താവളം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? സിയാലാണ്, സിയാൽ. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകളുടെ പേരെന്താ? മീറ്റ് പോയിന്റ്. മീറ്റ് പോയിന്റ് എന്നതാണ് 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകൾ. ഓർക്കുക, മീറ്റ് പോയിന്റ്. ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്. ഓർക്കുക, എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ. ഓക്കെ, അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിതമാകുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിതമാകുന്നത്. കണ്ണകി ശില്പം. അടുത്തതൊരു പദ്ധതിയാണ് മിഷൻ ബോണറ്റ് മക്കാക്ക്. മക്കാക്ക് എന്ന് കേൾക്കുമ്പോൾ കുരങ്ങുകളെ ഓർത്തോണേ. കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ വനം വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് മിഷൻ ബോണറ്റ് മക്കാക്ക്. മിഷൻ ബോണറ്റ് മക്കാക്ക്. മക്കാക്ക്, കുരങ്ങ് എന്നോർത്തിരുന്ന ഈ ഒരു പദ്ധതിയുടെ പേര് പെട്ടെന്ന് കിട്ടും, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കിട്ടും. മിഷൻ ബോണറ്റ് മക്കാക്ക്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി പൊതു ബജറ്റിനോടൊപ്പം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? ഇതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. ലോക വയോജന ദിനം എന്നാണെന്ന് ചോദിച്ചില്ലേ, അത് ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേക വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഒരു വയോജന കമ്മീഷൻ കൊണ്ടുവന്ന സംസ്ഥാനവും കേരളം തന്നെയാണ്. കെ സോമപ്രസാദ് ആണ് പ്രഥമ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. കെ സോമപ്രസാദ്. വയോജന കമ്മീഷൻ, കേരള വയോജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പൊതു ബജറ്റിനോടൊപ്പം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാ ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. കേരളം. അപ്പൊ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാ. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതും ഒരു പദ്ധതിയാണ് കേര എന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ഫുൾ ഫോം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി? ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതി. ഈ അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് കേര എന്ന പേര് കൊടുത്തിരിക്കുന്നത്. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡറൈസേഷൻ പ്രോജക്റ്റ്. അത് തന്നെയല്ലേ കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതി. എന്താണ് കേര? കേരം തിങ്ങുന്ന നാട് കേരളം. കേര അങ്ങെടുത്താൽ മതി. ഓക്കെ, അടുത്തത് ഒരു ആത്മകഥയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ആരാണ് ഇദ്ദേഹം? ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഇന്ത്യൻ കരസേനയുടെ മുൻ മേധാവിയായ ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുടെ പേരെന്ത്? 4 Stars of Destiny. 4 Stars of Destiny. 4 Stars of Destiny. പഠിച്ചോ?
അടുത്തതൊരു ഓപ്പറേഷൻ ആണ്, ഓപ്പറേഷൻ കിയ. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടത്. അടുത്തിടെ ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ, എവിടെയാണ് ജമ്മു കാശ്മീർ? ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം ഒരു ദൗത്യം നടത്തി. ആ ദൗത്യത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ കിയ. ഓപ്പറേഷൻ കിയ. അടുത്തത് ഒരു പുനർനാമകരണമാണ്. സിക്കിമിലെ പക്കിയോങ് എയർപോർട്ടിന്റെ പേര് പുനർനാമകരണം ചെയ്യപ്പെടുന്നു. ആരുടെ പേരിലേക്ക്? ത്രിലോചൻ പോഖേലിന്റെ പേരിലേക്ക്. ത്രിലോചൻ പോഖേലിന്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെടുന്ന സിക്കിമിലെ വിമാനത്താവളം ഏത് എന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കും, പക്കിയോങ് എയർപോർട്ടാണ്. പക്കിയോങ് എയർപോർട്ട്. കിട്ടിയല്ലോ അല്ലെ? അപ്പോ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിച്ചോ? ഡേറ്റ് ഒക്കെ വന്നില്ലേ? മെയ് മാസം 2 അപ്പോ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു തീവ്ര പരിശീലന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫീസ് 1499 മാത്രമേ ഉള്ളൂ. ഡിഗ്രി പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് SCRT NCRT എല്ലാ കാര്യങ്ങളും കിട്ടും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. അപ്പോൾ എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സ്, പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതും നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ. അതിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1499 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അടുത്തത് ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ഞാൻ പറയാൻ പോവാം. ഈ 3 ചോദ്യവും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഓൾറെഡി തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിലെ എന്നെടുത്ത് ചോദിക്കും, ഉത്തരാഖണ്ഡാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. മറ്റൊരു ചോദ്യം, അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ മാസം 21. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? അതും ഉത്തരാഖണ്ഡാണ്. രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. മറ്റൊരെണ്ണം, ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ്, അതായത് സഞ്ജീവനിയാണ്. സഞ്ജീവനി എന്ന ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇത് 3ഉം ഉത്തരാഖണ്ഡ് ആണെന്ന് ഓർക്കുക. ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ്, ആദ്യത്തെ യോഗ പോളിസി ഉത്തരാഖണ്ഡ്, ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് ഉത്തരാഖണ്ഡ്. പഠിച്ചോ? 3ഉം പഠിച്ചോ? അടുത്തയിലേക്ക് പോകാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിന്റെ ട്രോയി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ട ഏത്? ജിഞ്ചി കോട്ട. ജിഞ്ചർ തമിഴ്നാട് എന്ന് ഓർത്താൽ മതി. ജിഞ്ചർ. തമിഴ്നാട്ടിലൊക്കെ നല്ല ഇഞ്ചി കിട്ടും. ഇഞ്ചി, ജിഞ്ചി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചി കോട്ട. അപ്പൊ ഇതൊന്നും ചോദിക്കാതെ ജിഞ്ചി കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാലോ. തമിഴ്നാടാണ്. തമിഴ്നാട്. കിട്ടിയല്ലോ അല്ലെ? അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശിലാണ്. സീറോ വാലി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സീറോ വാലി സ്ഥിതി ചെയ്യുന്ന സീറോ വാലി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഹിൽ സ്റ്റേഷൻ കൂടിയാണ് സീറോ വാലി. SIRന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനാണ് SIRന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മധ്യപ്രദേശിൽ ഒരു പുതിയ ചീറ്റാ സങ്കേതം നിലവിൽ വരാൻ പോകുന്നു. ആ ചീറ്റാ സങ്കേതത്തിന്റെ പേരാണ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? മധ്യപ്രദേശ്. ഓർക്കുക, എവിടെയാണ്? മധ്യപ്രദേശിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം ഏത്? ന്യൂഡൽഹിയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം കിട്ടിയോ? ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയോ? ഒന്ന് ഓടിച്ചൊന്ന് റിവിഷൻ ചെയ്യാം. താഴേന്ന് മുകളിലേക്ക് റിവിഷൻ ചെയ്യാം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം ന്യൂഡൽഹിയാണെന്ന് ഓർക്കുക. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. രാജസ്ഥാനാണ്. SIRന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്തത്. സീറോ വാലി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ്. ജിഞ്ചി കോട്ട തമിഴ്നാട്. സഞ്ജീവനി അതായത് ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സഞ്ജീവനി ഉത്തരാഖണ്ഡ്. ആദ്യത്തെ യോഗ പോളിസി ഉത്തരാഖണ്ഡ്. ഏക സിവിൽ കോഡ് എവിടെ? പറയൂ, ഉത്തരാഖണ്ഡ്. ത്രിലോചൻ പോഖേൽ പക്കിയോങ് എയർപോർട്ടിന്റെ പുതിയ പേര് നാമകരണം ചെയ്യാൻ പോകുന്നു. ഓപ്പറേഷൻ കിയ അടുത്തിടെ ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥ? മനോജ് മുകുന്ദ് നരവനെ. മുൻ
കരസേന മേധാവിയുടെ ആത്മകഥ. കേര എന്നത് കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതിയാണെന്ന് ഓർക്കുക. കേരളം പ്രത്യേക വയോജന ബജറ്റ്. കണ്ണകി ശില്പം ആറ്റുകാൽ. മിഷൻ ബോണറ്റ് മക്കാക്ക് കുരങ്ങുകളുടെ സാന്നിധ്യം. ചേവായൂരിലാണ് ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരാൻ പോകുന്നത്. മീറ്റ് പോയിന്റ് എന്നത് കുടുംബശ്രീ ആരംഭിച്ച 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടർ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യയിലെ വിമാനത്താവളം. അഹമ്മദാബാദിലാണ് ആദ്യത്തെ LNG ഡീസൽ ഡെമോ ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്. ബാക്കി സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വരാജ് ട്രോഫി ഈ കാര്യങ്ങളാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം, ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ബ്ലോക്ക് പഞ്ചായത്ത് നേമം, ഗ്രാമപഞ്ചായത്ത് ഉടമലയ്ക്കൽ, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 1-ാം സ്ഥാനം ഷൊർണൂർ, 2-ാം സ്ഥാനം താനൂർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 1-ാം സ്ഥാനം ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്ങടവിള, ഗ്രാമപഞ്ചായത്ത് എടവക. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളെല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ LDC ബാച്ചിന്റെ കാര്യം മറന്നു പോകരുത്. ശക്തമായിട്ട് തിരിച്ചു വന്ന് റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തെത്താൻ അല്ലെങ്കിൽ 50-ൽ ഒരാളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കയറി വന്നോളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ തന്നെ PDF അങ്ങ് ഇട്ട് തന്നേക്കാം നമ്മുടെ ടെലഗ്രാം ചാനൽ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.